ഉണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ പല സ്കൂളിൽ പോകുമ്പോഴും കുറച്ച് കുട്ടികളെങ്കിലും ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടാവും. നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭിന്നശേഷിക്കാരായ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? അവരോട് മുമ്പുണ്ടായിരുന്ന സമീപനവും ഇന്നത്തെ സമീപനവും ഏറെ മാറിയിട്ടുണ്ട്. ഇത് ഞാൻ വായക്കാട് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ അവൻ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. മുസമ്മിൽ എന്നാണ് പേര്. 8, 9, 10 എൻ്റെ ക്ലാസ് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ചിത്രം വരയ്ക്കാൻ കിട്ടുന്ന കേട്ടു. ഭിന്നശേഷിക്കാരായ കുട്ടികൾ പലപ്പോഴും നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളോടൊപ്പം പഠിച്ചു പോന്നിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ആരെങ്കിലും നിങ്ങളൊപ്പം പഠിച്ചേ? അറിയോ? ഞാൻ പഠിച്ച ചെത്തോട് കുന്നാലി ഈസ്റ്റ് സ്കൂളിലാണ്. അവർക്ക് അറിയാം. അവിടെ കരുണാകരൻ എന്ന പേരുള്ള രക്ഷാഫിസെടുത്താണ് വീട്. ഒരു ഭിന്നശേഷിയാണ്. അന്ന് സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും പാസ്സാകുന്ന ഏർപ്പാടൊന്നുമില്ല. ഈ കരുണാകരൻ എന്ന് പറഞ്ഞ കുട്ടിയല്ല കേട്ടോ. എന്നെക്കാൾ 2-3 വയസ്സ് കൂടുതലാണ്. 1ാം ക്ലാസ്സിൽ 3 പഠിച്ചത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കഴിഞ്ഞു. ഞാൻ 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ കരുണാകരൻ സെക്കൻഡ് ഇയർ ആണ്. ഞാൻ 2ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ഇതേപോലെ മറിയൊന്നുമില്ല ക്ലാസ്സിൽ. 2ാം ക്ലാസ് ആണ്, തൊട്ടടുത്ത് 3ാം ക്ലാസ് ആണ്. മാനേജർ ഉണ്ണികൃഷ്ണ മാഷ ക്ലാസ്സാണ് 3ാം ക്ലാസ്. ആ ബെഞ്ചിന്റെ മുകളിൽ 5 ആക്കി ഇരിക്കാൻ സീറ്റുള്ളൂ. പക്ഷെ കുട്ടികൾ അധികം 7 പേരായിരിക്കും. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു തന്നാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളുകൂടി. അങ്ങനെ തള്ളുകൂടി ഈ കരുണാകരൻ മറന്ന് 3ാം ക്ലാസ്സിലേക്ക് പോകും. അപ്പോഴാണ് രണ്ടോട് മാനേജർ ഉണ്ണികൃഷ്ണ മാഷ് കയറിയത്. മാഷ് പറയാണ്, കരുണാകരൻ അവിടെ ബെഞ്ചിൽ 4 കുട്ടികളുണ്ട്, ഈ ആടിയിരുന്നു, ഈ 3ാം ക്ലാസ് എത്തി. അങ്ങനെ കരുണാകരൻ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ് എത്തി. ഞാൻ ഇവിടെ പറഞ്ഞത് വെച്ചാൽ പല വേദികളും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. SCRM ഞാൻ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറയാൻ കാരണം മുൻകാലങ്ങളിൽ ഭിന്നശേഷി കുട്ടികളുടെ സമീപനം ഇങ്ങനെയൊക്കെയായിരുന്നു. പലപ്പോഴും ആഗസ്റ്റ് 15-ന് കൊടി കെട്ടാൻ കരുണാകരനാണ് പാലിക്കുന്നത്. അവിടെ നന്നായിട്ട് അറിയാം. അധ്യാപകർക്ക് ചിലപ്പോൾ ചായ വാങ്ങി കൊടുക്കാൻ ചിലപ്പോൾ അമ്മ കെട്ടും. ഇപ്പോഴാണ് അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകുന്നത്. കരുണാകരൻ നോട്ടുണ്ട് നമ്മൾ, ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു സമീപനം ഇപ്പം മാറിക്കഴിഞ്ഞു. ഇപ്പം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്നു. പരിഗണനയുണ്ട്. ഞങ്ങൾ അധ്യാപകരെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടന്നു. അപ്പം അധ്യാപക ശില്പശാലയിലൊക്കെ ഞാൻ പോകുമ്പം ടീച്ചേഴ്സ് എടുത്ത് എനിക്കധികം ചീത്തയേക്കാറുള്ളത് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ ഞാൻ പറയും, ഒരു സ്കൂളിൽ 10 ഭിന്നശേഷി കുട്ടികളുടെ 10 കുട്ടികൾ 10 ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത വായക്കാട് സ്കൂളിൽ തന്നെ എൻ്റെ അധ്യാപകർ പലപ്പോഴും അത് വേണ്ട, എല്ലാം ഒരു ക്ലാസ് എടുത്താൽ മതി എന്നാ പറയാം. ഞാൻ പറയാം, അതല്ല, ഓരോരുത്തരും ഓരോ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സാണ് ഇരിക്കുന്നത്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും. പിന്നെ ഇവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രത്യേക കലാമേളയും അറിയുമെന്ന് അറിയില്ല. ഇവിടെ ആർക്ക് ഭിന്നശേഷി കുട്ടികൾ ഉണ്ടെങ്കിൽ അതേപോലെ ഇവർക്ക് പ്രത്യേകമായിട്ട് ഇപ്പം ടൂർ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഇവർ വേറിട്ട് പോവുക ചെയ്യാം. ഞാൻ വർക്ക് ചെയ്ത വായക്കാട് ഹൈസ്കൂൾ 35 കുട്ടികൾ എല്ലാ വർഷവും ഭിന്നശേഷി കുട്ടികൾക്കാണ്. ഈ 35 കുട്ടികൾ ടൂർ എങ്ങനെ പോവുക? ആദ്യം 1 വർഷം നമ്മൾ കൊണ്ടുപോയി. 2ാമത്തെ വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ എറ്റത്തെന്ന് പറയാണ്, ഭിന്നശേഷി കുട്ടികളെ കൊണ്ടുപോകാൻ സൗജന്യമായിട്ട് ഫണ്ട് കൊടുക്കുക എല്ലാ പഞ്ചായത്തിനും കൊടുത്ത് സർക്കാർ പഞ്ചായത്തിനും കൊടുക്കും ആവശ്യപ്പെട്ടാൽ. എനിക്ക് എത്രമാത്രം ഭിന്നശേഷി ഉണ്ടാകില്ല. അതേപോലെ പോകുന്ന കേന്ദ്രങ്ങളിലൊക്കെ ഭിന്നശേഷി കുട്ടികൾക്ക് സൗജന്യമാണ്. ഞാൻ പറഞ്ഞ ഈ കുട്ടി മുസമ്മിൽ എന്നാണ് പേര്. അവിടെ ഊർക്കടവിനടുത്താണ് വീട്. 1 മുതൽ 7 വരെ അവിടെ ഒരു ചെറുവട്ടൂർ സ്കൂളിൽ രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില അധ്യാപകരൊക്കെ നിരൂപിച്ചിട്ടുണ്ട്. അവിടെ BRCയിലുള്ള ഒരു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അത്യാവശ്യം ചില അക്ഷരം പേരൊക്കെ എഴുതണം പഠിച്ചു. 8ാം ക്ലാസ് എത്തിയപ്പോൾ എന്തുകൊണ്ടെന്ന് അറിയില്ല, എൻ്റെ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞു, 8ാം ക്ലാസ് ചേർന്നപ്പോൾ എനിക്ക് 8ാം ക്ലാസ് തുടങ്ങി വന്നു. എൻ്റെ ക്ലാസ് തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു മുന്തസ് ടീച്ചറാണ് ഭിന്നശേഷിയുടെ RP ടീച്ചറാണ്. ടീച്ചർ ഒരു ദിവസം എന്നെ വിളിച്ചു, ഈ കുട്ടിയുടെ വീട്ടിൽ വന്നു. ഒന്നും സംസാരിക്കുന്നില്ല. കയ്യില്ല, ചെറിയ കുഞ്ഞി കയ്യിൽ. ഞാൻ പേരെഴുതാൻ പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് അക്ഷരത്തെറ്റുണ്ട്. മിറർ റൈറ്റിംഗ് ആണ്. കണ്ണാടി വെച്ച് നോക്കിയാൽ ആ രീതി തിരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തോ ചില കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു. കുറച്ച് ദിവസം ചെന്നപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് അറിയാം ഞാൻ എടുത്തിരുന്നത്. നിലത്താണ് അവൾ പലപ്പോഴും കിടക്കുക, ഷർട്ട് ഇട്ടില്ല. അപ്പം ഇറങ്ങി വരും. അങ്ങനെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, മുസമ്മിലെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പം എല്ലാം പറയാറ്, എനിക്കൊരു ലാപ്ടോപ്പ് കിട്ടിയാൽ നന്നായി. വലിയ വാപ്പ ഉസ്താദാണ്, വലിയ വരുമാനമൊന്നുമില്ല. അവരാർക്കൊന്നും ചോദിക്കുന്നു, പക്ഷെ കിട്ടിയാൽ വേണ്ടെന്ന്. ഞാൻ വാപ്പയോട് ചോദിക്കുന്നത് ആയിക്കോട്ടെ മാഷെ. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടോ. പിറ്റേ ദിവസം തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഗൾഫിൽ എഞ്ചിനീയറാണ്. അവന് വേണ്ട ലാപ്ടോപ്പ് ഞാൻ കൊടുക്കും. ആയിക്കോട്ടെ, ഞാൻ അസംബ്ലിയിൽ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ പേരൊന്നും എവിടെയും പറയുന്നതാണ്, എൻ്റെ പേര് പോലെ എവിടെയും പറയുന്നു. പിറ്റേ ദിവസം ഞാൻ ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ
അവൻ്റെ ഉമ്മ പറയാണ് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, ലാപ്ടോപ്പിലായി. പിന്നെ ഒരിക്കൽ ഞാനൊരു ബയോളജിയുടെ പാഠഭാഗം അവൻ്റെ മൊബൈലിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചില്ല. അപ്പോൾ എന്നോട് അവൻ പറയാം, മാഷ ഇതിൽ പണിയുണ്ട്, PDF ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. എനിക്കറിയില്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള ആരെങ്കിലും ഫോൺ കേടുന്ന ആൾക്ക് ഈ മുസ്ലിം ഇതെത്രയാണ്. അത് കഴിഞ്ഞ് SLC എക്സാമിന് IT പരീക്ഷ നടത്തുന്നു. എല്ലാവരും വന്നിരുന്നു. ഇവനെ മേശാൻ ഉമ്മ കൊണ്ടടക്കം എത്തിയിട്ടുണ്ട്. ചീക്കോട് ഹൈസ്കൂളിലെ അധ്യാപികയാണ് എക്സ്റ്റേണലായിട്ട് അവിടേക്ക് വന്നത്. അങ്ങനെ ഇവൻ കാലുകൊണ്ടാണ് ഹൗസ് ചെയ്യുന്നത്. അതാണ് പ്രത്യേകത, കാലുകൊണ്ടാണ് ഹൗസ് ചെയ്യുന്നത്. NDTV ഇവനെ കുറച്ച് വാർത്ത വന്നിട്ടുണ്ട്, ഇപ്പോഴത്തെ ചാനലിൽ വന്നിട്ടുണ്ട് കുറച്ച്. അതിന് ശേഷമാണ് പ്രാദേശിക പത്രങ്ങളൊക്കെ അവിടെ വന്നത്. അങ്ങനെ ഞാൻ അവിടെ കയറി മൗസ് കാലിലെത്തി കൊടുത്ത് അങ്ങോട്ട് പോകും. ടീച്ചർ ഒന്ന് മൗസ് എടുത്ത് ഇവരുടെ കയ്യിലെത്തി. പിന്നെയും ഞാൻ ചെന്ന് കാലിലെത്തി എടുത്തപ്പോൾ ടീച്ചർ കാട് കിട്ടും. പിന്നെ ആ ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ അവർ കാലുകൊണ്ട് ടീച്ചർ തലയിൽ കൈ വെക്കുക, കാലുകൊണ്ട് മൗസ് ചെയ്യാൻ പറ്റും. ചോദ്യം ഇങ്ങനെ വരുമ്പോൾ അവനിങ്ങനെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലാസ് എക്സാം കഴിഞ്ഞപ്പോൾ ടീച്ചർ പുറത്തു വന്ന് പറഞ്ഞത്, വായക്കാട് ഹൈസ്കൂളിൽ ഏറ്റവും മികച്ച 4 കുട്ടികളിൽ ഒരാളാണ് ഈ കുട്ടി. കുട്ടി കട്ടിക്കിടന്നാ പഠിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടത് അവർക്ക് അവസരം കിട്ടിയാൽ മുന്നേറാൻ. ഞാൻ ഇതിവിടെ പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെയൊക്കെ മക്കൾക്കൊന്നും ഈ പരിമിതിയില്ല. എല്ലാവർക്കും നല്ല പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായേക്കാം. ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് മുസമ്മിൽ എന്ന കുട്ടി SLC പാസ്സായി, 4A+. അതിന് ഇതൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ മുന്നേറാൻ കഴിയുമെങ്കിൽ ഇത്രയൊന്നും പരിമിതിയൊന്നും ഇല്ലാത്ത നമ്മുടെ കുട്ടിക്ക് എത്ര മുന്നേറാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് കുട്ടികളോടുള്ള സമീപനമാണ്. നമ്മൾ സാധാരണയായിട്ട് അധ്യാപകർ സാധാരണ B.Ed ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയാനുള്ള കാര്യമാണ്. 3 രീതിയിലുള്ള സമീപനമാണ് അധ്യാപകർ. ഇതൊക്കെ വീഡിയോ കിട്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോ. 3 തരം സമീപനമാണ് കുട്ടികളോടുള്ളത്. ഒന്ന്, ആ പേരൊന്നും കേട്ടിട്ട് പേടിക്കണ്ട, ഞങ്ങൾ അധ്യാപകർ വേണ്ടുന്ന വാക്കായി, പ്രത്യേകിച്ച് വേറെ വാക്ക് കിട്ടാത്തതുകൊണ്ടാണ് വാക്കിട്ടത്. അതോറിറ്റേറിയൻ. ഈ രീതിയിലുള്ള ഞങ്ങൾ ചില അധ്യാപകരുണ്ട്. പതിവും കാണില്ല. ഇവിടെ നിങ്ങൾ അധ്യാപകരുണ്ടാവും. ഇരിക്കണം അവിടെ നിന്ന് മാഷ ഒന്ന് ബാത്റൂം പോട്ട് ഇടാണ് മറ്റേ പാടം മുട്ട് വെച്ച് കൊടുക്കും. കാര്യം അറിയാൻ നേരത്തെ പറഞ്ഞത് ചില രക്ഷിതാക്കളും എന്താ പ്രശ്നം മനസ്സിലാക്കൂല. പ്രശ്നം ചോദിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നേരം വൈകുന്നേരം വൈകുന്ന ചട്ടം കൊടുക്കും. ബസ് അവിടെ ബ്ലോക്ക് ആയതാണ്, അത് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പം അടിയുണ്ടാവും. ഇതിന് അതോറിറ്റേറിയൻ രീതി എന്ന് പറയുന്നത് 3 രീതി പറ്റപ്പെടും. അതോറിറ്റേറിയൻ രീതി ഒരു രീതി അതാണ്, കുട്ടിയോട് നമ്മൾ കൽപ്പിക്കുക മാത്രം. രണ്ടാമത്തെ രീതി, ചില ക്ലാസ്സുകളിൽ കുട്ടികളെ ഇഷ്ടംപോലെ ബോളം വെക്കും. ടീച്ചർ കണക്കെ പഠിപ്പിച്ചോണ്ടിരിക്കും. കുട്ടികൾ ബോളം വെച്ചുകൊണ്ടേയിരിക്കും, പെർമിസീന്നോ. ചില ക്ലാസ്സുകൾ അങ്ങനെയാണ്. ഞങ്ങളെപ്പോലെ ചില അധ്യാപകർ ചിലപ്പോൾ ഇതേപോലെ കുട്ടി അതെന്ത് ബോളം വെച്ചോട്ടെ, നമ്മളെ ജോലി കഴിച്ച പാട്ട് മാസം നമ്മളൊക്കെ വാങ്ങണം. നോട്ടിലൊന്നും ഉണ്ടാവില്ല. നോട്ടിലുള്ള പേജൊക്കെ പറിച്ച് അവൻ കിളി ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏറോ ഉണ്ടാക്കിയിട്ട് ഇതിനെ പെർമിസീവ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ രീതി. മൂന്നാമതൊരു രീതിയുണ്ട്. ഇത് രണ്ടാമത്തെ രീതിയാണ്. പെർമിസീവിനൊക്കെ കുട്ടി കഴിക്കാൻ അവസരമുണ്ട്. മൂന്നാമത്തേത് ഡെമോക്രാറ്റിക് എന്നാണ്. ടീച്ചർ ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ അടങ്ങില്ല. എന്ത് സംശയം ഉള്ളതാണ് എന്നെ ചോദിക്കും, പേടിക്കേണ്ട കാര്യമൊന്നും. എന്നിട്ട് ചോദിക്കും. കളിക്കാൻ പറ്റുക വെച്ചാൽ വേണമെങ്കിൽ കളിക്കുന്ന സമയമാണ് കളിക്കാൻ പറ്റും. എന്ത് ചോദ്യം ചോദിക്കാനുള്ള എന്താണ് ജനാധിപത്യ ക്ലാസ്. ഈ രീതിയിൽ ഏത് രീതിയാണ് നിങ്ങൾ പറയാറ് നല്ലത്? 1 ആണോ 2 ആണോ 3 ആണോ? യാതൊരു സംശയമില്ല. ജനാധിപത്യ കുട്ടിക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കണം, ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കണം. ചോദ്യം ചോദിക്കുന്നവർക്കേ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. പലപ്പോഴും മിണ്ടാതിടാണ് ഞങ്ങൾ അധ്യാപകർ അധികം ഉപയോഗിക്കുന്നതാണ്. ഈ മിണ്ടാതിടാ നമ്മുടെ കുട്ടി മിണ്ടാതായിരിക്കും, അവനെ മിണ്ടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ മിണ്ടിയവരാണ് പിന്നീട് ആരായിത്തീർന്നത് വലിയ വലിയ ആൾ പ്രഗത്ഭരായി. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല? ആരാണ്? സിനിമാ നടനോ മന്ത്രിയോ ആരാ? ആ എഴുത്തുകാരനാണ്. ഇല്ല, ശരി. ഏതെങ്കിലും കഥകൾ വായിച്ചോണ്ടേ പറഞ്ഞ ഏതെങ്കിലും കഥ ഏതെങ്കിലും ആയിക്കോട്ടെ. വേറിട്ട ചിന്തകളുള്ള ആളുകൾ, വ്യത്യസ്തമായി ചിന്തിച്ചിട്ടുള്ള ആളുകൾ, ശരിയല്ല എന്ന് ചോദ്യം ചെയ്തവർ. ബഷീർ LP ക്ലാസ് പഠിക്കുന്നു. വൈക്കത്തൊരു സ്കൂളിൽ LP ക്ലാസ് പഠിക്കാൻ വെച്ചിരുന്ന 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ആണ്. കണക്ക് മാഷ് വന്നൊരു ചോദ്യമാണ് കുട്ടിയോട്. ബഷീറെ 1 എത്രയാണ്? ബഷീർ ചാടി എണീറ്റ് നിങ്ങൾ വായിച്ച പുസ്തകത്തിൽ ഏതോ കേട്ട വാചകം എന്ന് പറഞ്ഞേക്ക്. ഉമ്മണി വല്ലുന്ന ഉത്തരം. ബഷീർ ചാടി കൊണ്ടിട്ട് ഉമ്മണി വല്ലുന്നു. സാധാരണ കണക്ക് മാഷ് എന്താ എപ്പോഴത്തെ ഉദ്ദേശിച്ചാൽ ഇപ്പോഴത്തെ അധ്യാപകൻ എന്നിട്ട് പട്ടൊക്കെ ഞാൻ പഠിക്കുന്ന കഥ
പണ്ടത്തെ അധ്യാപനം എന്ത് ചെയ്യുക, ഇങ്ങോട്ട് പിടിച്ച് രണ്ടെണ്ണം പിടിച്ചു കൊടുത്തു, തിരുത്തി പറയും. പിന്നെ മാഷുത്രം പറഞ്ഞു കൊടുത്തു, ഒന്നും രണ്ടേന്ന് പറയണതാണ്. ഞാൻ പറയില്ല രണ്ടല്ല, അമ്മിണി വലിയ ഒന്നാണ്. ബഷീർ മാറ്റി പറയാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് മാറ്റി പറയുന്നതറിയോ? ബഷീർ പലപ്പോഴും വൈകുന്നേരം അവിടെ പോയിരിക്കുമ്പോൾ ഒരു പുഴ ഇത് ഭാഗത്ത് ഒഴുകി വരുന്നുണ്ട്, മറ്റൊരു പുഴ മറ്റേ ഭാഗത്തോട്ട് ഒഴുകി വരുന്നുണ്ട്. രണ്ട് പുഴയും ചേർന്നാൽ എന്താ ഉണ്ടാവുക? ചെറുപുഴയും തിരുവമ്പാടി ചേർന്ന പുഴയുമാർ ചേർന്നാൽ ചാലിയാർപ്പുഴ ഒരു പുഴയല്ലേ? രണ്ട് ചാലിയാർപ്പുഴ ഉണ്ടോ? അവിടെ ഒന്നും എത്രയാ? അവിടെ ഒന്നും എത്രയാ? ചെത്തുടർ ഒഴുകുന്ന ചെറുപുഴയും മുക്കത്ത് വരുന്ന പിന്നെ ഇരോഞ്ഞിപ്പുഴയും രണ്ടും ചേർന്ന് ഒരു പുഴയാണ്. ബഷീറിന്റെ അവസരം കാണുന്നതാ, ഒരു പുഴ അവിടെ നിന്ന് ഒരു പുഴ വിടുന്നു, ഒന്നും വിളിയുണ്ട്. അത് മാറ്റാൻ ബഷീർ. അവന്റെ യുക്തിചിന്ത അതാണ്. അങ്ങനെ വേറിട്ട് ചിന്തിച്ചവരാണ് ആരായിത്തീർന്നത്, പിന്നീട് വലിയ വലിയ ആളുകളായിത്തീർന്നത്. ആ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബഷീറിനെ കിട്ടുന്നത്. അങ്ങനെ വേറിട്ട് ചിന്തിച്ചവരൊക്കെ പിന്നീട് മഹാന്മാരായിത്തീർന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടണം. വീട്ടിൽ നിന്നും അവന് മറുപടി കൊടുക്കാൻ നമ്മൾ ഈ മിഠായിടാൻ തുടങ്ങി അല്ലേ? അവൻ ചോദിക്കുന്ന ചോദ്യം എന്താ, നമ്മൾ എന്താ കേൾക്കാനുണ്ട് അല്ലേ? നമ്മൾ കേൾക്കാനൊരു മനസ്സ് കാണിക്കും, അവന് ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ അവന്റെ ചോദ്യം കൊടുക്കുക. ചോദ്യം ചോദിക്കുന്നവരെ ഉത്തരം കണ്ടെത്തും. ഞാൻ നേരത്തെ പറഞ്ഞ 3-4 കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് വരിക. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലപ്പോഴും, ഇപ്പൊ ഞാനിവിടെ ചാത്തമക്കൽ റിട്ടയർ ചെയ്തതിന് ശേഷം എൻ്റെ ട്യൂഷൻ സെൻ്റർ ഉള്ള 10ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട്. അവിടെ ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, കുട്ടി രാത്രി പരീക്ഷ നടന്നില്ല, 12 മണി വരെ വായിക്കുന്നില്ല, മാഷ് ക്ലാസ്സിൽ പോയിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നില്ല. പലപ്പോഴും അത് മാത്രമല്ല കാരണം, ഒരു കാരണം ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. പലപ്പോഴും കുട്ടികൾ വെള്ളം കുടിക്കാൻ മറന്നു, പല കാരണങ്ങൾ കൊണ്ടാണ്. കുട്ടികളും സ്ത്രീകളും ചിലപ്പം വെള്ളം കുടിക്കാൻ മറന്നു. സ്ത്രീകൾ എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നത്? നിങ്ങൾ കോഴിക്കോട്ട് അങ്ങാടി പോവാ, സാധനമൊക്കെ വാങ്ങി വൈകുന്നേരം തിരിച്ചു വരണം. എന്തുകൊണ്ടാണ് വെള്ളം കുടിക്കാതെ പോകുന്നത്? വെള്ളം കുടിച്ചാൽ മുഖം ഒഴിക്കേണ്ടി വരും അല്ലേ? അങ്ങാടി ടോയ്ലറ്റില്ല, ആ പ്രയാസം. വെള്ളം കുടിക്കാതിരിക്കാതെ വെള്ളം കുടിക്കാതിരുന്നാണ്. കുട്ടികളും ചിലപ്പം യൂറിൻ പോകാൻ പ്രയാസമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വെള്ളം കുടിക്കാതിരുന്നു, ചിലപ്പോൾ മറന്നു പോകും. വെള്ളം കുടിക്കാതിരുന്നാൽ എന്താ സംഭവിക്കാൻ? ഞാൻ ബയോളജി അധ്യാപകനാണ്, അതുകൊണ്ട് അത്ര ഇഷ്ടമായിട്ട് തലച്ചോറ് നമ്മൾ മെമ്മറി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ബ്രെയിൻ 2 ഭാഗമുണ്ട്. ബയോളജി 10ാം ക്ലാസ് പഠിച്ചതൊക്കെ അറിയാം. അവിടെ പിന്നെ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. അതിലെ ഗ്രേ മാറ്റർ ചുരുങ്ങി പോകും, വെള്ളം വേണ്ടത്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ പഠിച്ചത് അവിടെ നിൽക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. അതൊരു കാരണം മാത്രമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഭക്ഷണത്തെ കുറിച്ച് അവിടെ ഭക്ഷണം കഴിക്കൽ എപ്പോഴാ? രാവിലെ, ഉച്ചക്ക്, രാത്രിയാണോ? അല്ല. അവിടെ ഇരുത്തെന്താ? സമയത്തിന് ഭക്ഷണം നൽകുക അല്ല വേണ്ടത്. വിശക്കുമ്പാട് ഭക്ഷണം കഴിക്കും. ഇതൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ പലപ്പോഴും ബേക്കറി സാധനങ്ങളൊക്കെ മോശമാണെന്ന് ഞാൻ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. ബേക്കറി ആർക്കൊക്കെ ഉണ്ടാവും, എൻ്റെ പുറത്ത് ഞാൻ വൈറ്ററി. ബേക്കറി നല്ല സാധനങ്ങളുണ്ട്, എന്നാൽ അധികവും. ചെറിയൊരു ഉദാഹരണം മാത്രം പറഞ്ഞു. നമ്മൾ വർത്തായ വാങ്ങാറുണ്ട് അല്ലേ? വാങ്ങാറില്ലേ? മറ്റേതെങ്കിലും വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ വർത്തായ വാങ്ങിയല്ലേ പോവുക? വർത്തായ ഉണ്ടാക്കുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞേക്കാം, 2 രീതി. ഞാൻ വായക്കാട് സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ മോമാക്കാൻ ഒരു പീടിയുണ്ട്. അയാൾ വർത്തായ വർക്ക് വെച്ചത്, വീട്ടിൽ നിന്ന് വർക്ക് കൊണ്ട് വെച്ചത് ഒരു ടിന്നിട്ട്. അതിൽ നോക്കിയാൽ മങ്ങിയിട്ടാ കാണും. തൊട്ടപ്പുറത്ത് വലിയ ബോർഡുള്ള ഒരു ബേക്കറി ഉണ്ട്. ചിലരേക്ക് നോക്കിയാൽ നല്ല തിളങ്ങുന്ന വർത്തായ കാണാം. ഞാൻ ഏതാ വാങ്ങുന്നത്? നിങ്ങളാണ് ഏതാ വാങ്ങുക? തിളങ്ങുന്നത് വാങ്ങുന്നില്ലേ? ഞാൻ 2 ഉണ്ടാക്കുന്ന രീതി വാങ്ങും. മൊമ്മാക്ക ഉണ്ടാക്കുന്നത് വീട്ടിലെ പച്ചക്കായ എടുത്ത് അരിഞ്ഞ് മുക്കി വീട്ടിലുണ്ടാക്കിയ മഞ്ഞളിൽ മുക്കിയാണ്. മറ്റേ തിളക്കം കാണാനുള്ള കാരണം പറയാം. ഒറ്റ ഉദാഹരണേ പറയുള്ളൂ, ധാരാളം ഉദാഹരണം പറയാം. വേറെ വിഷയത്തിൽ പോകുന്ന അതുകൊണ്ടാണ് പറയാം. മെറ്റാനി യെല്ലോ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ നിരോധിച്ചതാണ്. മെറ്റാനി യെല്ലോ ഭക്ഷണങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ കൊടുക്കുന്നത്. നമുക്ക് ഏത് കടയിൽ പോയിച്ചാൽ, ചൂട് അങ്ങാടി പോയാൽ മെറ്റാനി യെല്ലോ ഉണ്ടോ വെച്ചാൽ അത് കമ്പനിയിലേക്ക് എനിക്ക് അറിയാം, കിട്ടും. അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി നല്ല മഞ്ഞൾപ്പൊടിയിലേക്ക് മഞ്ഞൾ പാലം കിട്ടുന്ന വില കുറഞ്ഞ സാധനമാണ്. ഒറിജിനൽ മഞ്ഞൾ 100 രൂപ വില ഉണ്ടെങ്കിൽ ഇതിന് 2 രൂപ വിലയുണ്ട്. മാത്രമല്ല പരസ്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല തിളക്കണം. കുറച്ച് ഉപയോഗിച്ചാൽ, മറ്റേ 10 സ്പൂൺ ഉപയോഗിക്കുന്ന 1/2 സ്പൂൺ ഉപയോഗിച്ചാൽ. അപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന പല മഞ്ഞപ്പൊടിയുടെ പാക്കറ്റിന് സിഗ്നലാണ്. അപ്പോൾ മറ്റേ ബേക്കറി ഉണ്ടാക്കിയതാണ് മെറ്റാനി യെല്ലോ ഉപയോഗിച്ച സാധനമാണ്. ഒന്നാമത്. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ മൊമാക്ക വർത്താനം ഉണ്ടാക്കുമ്പോൾ വേഗം ഉണ്ടാക്കി 2-3 തവണ കഴിഞ്ഞ് വെളിച്ചെണ്ണ തീർന്നാൽ തീർന്നു. ചില സ്ഥലത്ത് വർത്താനം ഉണ്ടാക്കും, എല്ലായിടത്തും അങ്ങനെയല്ല പറഞ്ഞിട്ടോ. ചില സ്ഥലങ്ങളിലെങ്കിലും കുറെ കഴിഞ്ഞാൽ വെളിച്ചെണ്ണ പകുതിയിൽ ബാക്കിയില്ല. അത് നമ്മൾ എന്ത് രണ്ടാമത് ഉപയോഗിക്കുമോ? മറക്കല്ലേ വേണ്ടത്.
എന്നാൽ വലിയ ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ അവർ മറക്കില്ല, അർത്ഥത്തിൽ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അതിലുള്ള പല ഘടകങ്ങളും അതിൻ്റെ കെമിക്കൽസ് മാറിക്കഴിഞ്ഞുണ്ടാവും, ക്യാൻസറിന് വരെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എല്ലാം അങ്ങനെ ഞാൻ നല്ല പറഞ്ഞ ചുരുക്കം ചില സ്ഥലത്തേക്ക് ലാഭത്തിന് വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന എണ്ണയും മെറ്റാനി യെല്ലോ പോലുള്ള മഞ്ഞ നിറം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല തിളക്കം സാധനമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങുന്നത് എന്താണ്? ദിവസേന വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കുറയ്ക്കുക, കുട്ടികൾ കൊടുക്കുന്നത് ടി വി ആണെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കും, ആ അല്പം കുറയ്ക്കുക. ഞാൻ പത്തായം മാത്രമല്ല, അതേപോലെ പല സാധനങ്ങളിലും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് കേടുവരാതിരിക്കാൻ വേണ്ടി പാക്കറ്റിൽ പലതും ഉപയോഗിക്കുന്നുണ്ട്, ലേസ് പോലെ സാധനങ്ങൾ. അതൊക്കെ ഹാനികരമാണ്. ഞാൻ അധികം പോകുന്നില്ല, ചുരുക്കം പറഞ്ഞു തരുന്നു. അപ്പോൾ ഭക്ഷണം ഒരു ഘടകമാകുന്നുണ്ട്, ഇതേപോലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്ന നന്നായിരിക്കും. വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴാണ് എത്ര വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടത്? ഏകദേശം ഒരു കണക്ക് ഇതാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. കുടിക്കേണ്ട വെള്ളം നമ്മുടെ ശരീരഭാരത്തിന്റെ 5 എന്ന് പറഞ്ഞാൽ 50 കിലോ ആണ് നമ്മുടെ തൂക്കമെങ്കിൽ നമ്മൾ ചുരുങ്ങിയതുള്ള 10 ഗ്ലാസ് വെള്ളം, 10 കിലോ ഞാൻ ഗ്ലാസ് ആക്കിയാണ് വ്യത്യാസം വരുന്നത്. 10 കിലോ വെള്ളമെങ്കിലും കുടിച്ചിരിക്കുക, അത്രയും വേണം. എന്നാൽ മെമ്മറി കൂടും, മറ്റു പല ആക്ടിവിറ്റീസും താല്പര്യം ഉണ്ടാകും. അപ്പം വെള്ളം കഴിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അത്ര പറഞ്ഞത്. ഞാൻ അധികം തിരിക്കില്ല, കിട്ടാം, ഇതൊന്നും വിശേഷിക്കില്ല, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത്തരം വാർത്തകളൊക്കെ നമ്മുടെ പത്രങ്ങളിൽ കാണുന്ന, മീഡിയ തുറന്നാൽ കാണുന്ന, ഇപ്പൊ സമീപകാലത്ത് കാണുന്ന, ഇത് പഴയതല്ല, ശുഭകരമല്ലാത്ത വാർത്തകളാണ് നമ്മൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് കേട്ടത് എന്തൊക്കെയാ? എന്നാലും മെനാതൊക്കെ തന്നെ അമിത പണം ഉണ്ടാക്കേണ്ട ആർത്തിയോട് കൂടെ അല്ലേ, ഇഷ്ടംപോലെ സ്വത്തും ബസ്സുകളും ഒക്കെ ഉള്ള ആൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്ത കേൾക്കുന്നു അല്ലേ. സ്ത്രീധനത്തിന് വേണ്ടി ദിവസേന ടി വി തുറന്നാൽ കേൾക്കുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകളാണ് കേൾക്കുന്നത് അല്ലേ. അത്രയൊന്നും പറയാ വാർത്തകളാണ്. വാർത്തകളൊന്നും ഞാൻ കൃഷിയൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ചതിക്കുഴികളിൽ വീഴുന്നു? ചെറുതായിട്ടൊന്ന് വായിക്കാൻ, ഞാൻ ഹൈസ്കൂൾ പ്ലസ് ടു ക്ലാസ്സിലേക്ക് കിട്ടിയ സൈഡാണ്, ജില്ലാ പഞ്ചായത്ത് ഇറക്കി തന്നായിരുന്നു, അതുകൊണ്ട് അധികം വിശദീകരണത്തിൽ പോകുന്നില്ല. ഇന്ത്യയിലെ കുട്ടികളാണ് സൈബർ ഭീഷണി കൂടുതൽ നേരിടുന്നത്. കൗമാരക്കാരുടെ ആത്മഹത്യ 21%, കാരണം ഓൺലൈൻ. 53% സൈബർ പുള്ളികളുടെ ഇരയാവുന്ന അറിവില്ലായ്മ, എടുത്തുചാട്ടം, ലൈംഗികതയുള്ള ആകർഷണം. കുറച്ചുകൂടി എഴുതാനേ ഇവിടെ ഉദ്ദേശിച്ചല്ല, ചുരുക്കിയൊന്ന് പറഞ്ഞേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ ഉപയോഗത്തിൽ നമ്മളും കുട്ടികളും ചിലപ്പം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് മൊബൈൽ ഉപയോഗത്തെ പറ്റി അല്ലെങ്കിൽ ഞാൻ വേണ്ട കുറച്ച് ഉപയോഗിക്കുന്നത് അധികം അറിയില്ല. നമുക്ക് എത്രമാത്രം അറിവുണ്ട്? 50% നമുക്കറിയോ? നമുക്കറിയാവുന്നത് വളരെ കുറച്ച്, അറിയാത്തതാണ് കൂടുതൽ. പലപ്പോഴും നമ്മളതിനിങ്ങനെ അറിയാതെ ചിലപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അതൊക്കെ വലിയ അപകടം പിന്നീടുണ്ടാകും. വിശദീകരണത്തിക്കൊന്നും ഞാൻ പോകുന്നില്ല, കുറച്ച് സൈഡ് ഇട്ടാൽ മാത്രം മനസ്സിലാവും. ജില്ലാ പഞ്ചായത്ത് ക്ലിയറായി തന്നാണ്. അമ്മ ഏതോ ഒരു നമ്പറിൽ നിന്ന് വീഡിയോ കോൾ വരുന്നു. മറ്റൊരു സൈഡ് ശ്രദ്ധിച്ചോളൂ. സീരിയലിൽ അഭിനയിക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വായിച്ചോളൂ. ഇതാ നോക്കൂ, നമുക്ക് സ്ക്രാച്ച് ചെയ്താൽ 10,000 രൂപ, 1,00,000 കിട്ടും പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്. ഇതൊക്കെ നമ്മുടെ മൊബൈലൊക്കെ വരുന്ന അപകടകരമായ മെസ്സേജസ് ആണ്. ഇങ്ങനെയുള്ളത് അപകടമാണ്, പോലീസ് അറിയിപ്പാണ്. നേരത്തെ കണ്ട വാർത്തകളൊക്കെ അപരിചിതർ ഫോട്ടോകളും വീഡിയോകളും അയച്ചു തരാൻ പറഞ്ഞാൽ അയച്ചു കൊടുത്താൽ വലിയ അപകടമാണ്. വിശദീകരണത്തിൽ ഞാൻ പോകുന്നേയില്ല. സോഷ്യൽ മീഡിയ വഴി വരുന്ന അവരുടെ ഫ്രണ്ട് റിക്വസ്റ്റ്, ഫോളോ റിക്വസ്റ്റ് പരമാവധി ബ്ലോക്ക് ചെയ്യാൻ. ഇത് ഹൈസ്കൂൾ ക്ലാസ്സിലെ ഉദ്ദേശമാണ് ഇട്ടത്, നമ്മൾ അറിഞ്ഞിരിക്കാം, നമ്മൾ കൺട്രോളുണ്ടാവില്ല. മോശമായ മെസ്സേജുകൾ അയക്കുന്ന പക്ഷെ അയാൾക്ക് അക്കൗണ്ട് നമ്പർ റിപ്പോർട്ട് ചെയ്യാം. അപരിചിതരിൽ നിന്നുള്ള വീഡിയോകൾ എടുക്കരുത്. ഇപ്പൊ നിലവിലുള്ള സംവിധാനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈസ്കൂളിന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഈ സൈഡൊക്കെ കേട്ടത്. നിലവിൽ സ്കൂൾ കൗൺസിലിംഗ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തായാലും നിസ്സാരമായ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായും കൗൺസിലറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും. കൗൺസിലറുണ്ടാവും. മറ്റൊന്ന്, ചൈൽഡ് ലൈൻ നമ്പർ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ചെന്നപ്പം ഹൈസ്കൂൾ ക്ലാസ്സിലാണ്, ഇപ്പം നിങ്ങൾ ഹൈസ്കൂളിൽ തോന്നുന്നു, ഒരു ഇഷ്ടമാണ്. കുട്ടിയോട് എന്താ പറഞ്ഞാൽ കുട്ടി പറയും ഞാൻ ഇപ്പം വിളിക്കുന്നു. അങ്ങനെ പറഞ്ഞ കുട്ടികളുണ്ട്. ഞാൻ ഇപ്പം നമ്മളെ 10 മിനിറ്റ് വിളിച്ചിട്ട് അത് തമാശയായിട്ട് പറഞ്ഞാണ്. അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെന്നെങ്കിലും നേരിട്ടാൽ വിളിക്കാനുള്ള നമ്പറാണ് 1098. സ്കൂളിലൊക്കെ ഇത് പ്രദർശിച്ചിട്ടുണ്ടാവും, കൗൺസിലർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, പിന്നെ സൈബർ ഡോം, ഇതൊക്കെ ചൈൽഡ് ലൈൻ, ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പറുകളാണ്.
ഇപ്പൊ കൗൺസിലർക്ക് ചെയ്യാൻ ചെറിയ തുറ പറയാം. ഞാൻ വിശാമാഷ ഉദാഹരണം പറഞ്ഞു. ഈ കൗൺസിലിങ്ങോട് മാറ്റത്തെ പറ്റി പറഞ്ഞാൽ ഇവിടെ IHR നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വാഴക്കാട് കേട്ടിട്ടുണ്ടോ? ഇവിടെ നമുക്ക് ധാരാളം കുട്ടികളെ പഠിക്കാറില്ല. IHR 10ാം ക്ലാസ് 8ാം ക്ലാസ് അവിടെ എനിക്ക് ഇതേപോലെ ഒരു ക്യാമ്പ് എടുക്കാം. ഞാൻ CV ശാമാഷ ഒന്നിച്ചപ്പോൾ എനിക്ക് അവിടെ ശാസ്ത്രം സെക്ഷൻ തന്നെ കഴിഞ്ഞ് CV ശാമാഷിന്റെ കൗൺസിലിംഗ് സെക്ഷനാണ്. അപ്പൊ ഞാനും മാഷെടുത്ത് കയറിയിരുന്നു. 100 കുട്ടികൾ ഒന്നിച്ചിരുന്ന് കൗൺസിലിംഗ് ചെയ്തു. അത് കഴിഞ്ഞ് അവസാനം കൂടുതൽ കൗൺസിലിംഗ് വേണ്ട 4 കുട്ടികളെ വേറെ വേറെ കൊടുത്തു. അതിൽ അരീക്കോട് വരുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവിടെ 10ാം ക്ലാസ് 2 ക്ലാസ്, 10A B 2 ക്ലാസ്. 10A ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ പേര് അവിടെ പറയുന്നത് എക്സ് എന്ന കുട്ടി. ആ കുട്ടിയെ കുറിച്ച് കുട്ടിയും കുട്ടിയുടെ രക്ഷിതാവും പറഞ്ഞ പരാതി ഇതാണ്: 5, 6, 7, 8, 9 ഈ കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. 99, 100 മാർക്ക് തന്നെയാണ് കിട്ടിയത്. 10ാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ കുട്ടിയുടെ മാർക്ക് 10 താഴെ, 20 താഴെ, 4, 5 മാർക്കാണ് കിട്ടുന്നത്. ഈ പ്രശ്നം എങ്ങനെയാണ് വിശാമാഷി കൈകാര്യം ചെയ്യുന്നത് അറിയാൻ വേണ്ടി വിശാമാഷി ശാസ്ത്രീയമായി പഠിച്ചാണ്. അത് ഞാൻ മാഷ് അടുത്ത് കയറിയിരുന്നു. ശ്രീവശാമാഷ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു, കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു, മാഷ അനുഭവങ്ങളൊക്കെ നേരത്തെ എടുത്ത് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഷമാഷ ബന്ധപ്പെട്ടിരുന്നു. ഷമാഷ രീതി പറഞ്ഞു. പിന്നെ കുട്ടിയോട് കുട്ടി മാത്രമേ ഉള്ളൂ, എന്താ നിനക്ക് മാർക്ക് പറഞ്ഞു? അപ്പൊ ആ കുട്ടി പറഞ്ഞ, ആ കുട്ടിയാണ് 10ാം ക്ലാസ് പഠിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞ കാര്യം ഇതാണ്: ഞാനിവിടെ ഈ ബെഞ്ചിലായിരിക്കുന്നത്, നേരെ മുമ്പിലെ ഓപ്പോസിറ്റ് ഭാഗത്ത് വെളുത്ത് തട്ടിൽ പെൺകുട്ടിയുണ്ട്. ഞാൻ ആ കുട്ടീനെ എങ്ങനെ നോക്കി. എന്റെ പ്രശ്നം എന്താണ്? വേറെ ഒന്നും പ്രശ്നമില്ല. അങ്ങനെ വിശാമാഷം എന്ത് ചെയ്തിച്ചാൽ ഹെഡ് മാസ്റ്റർ ക്ലാസ് ടീച്ചറോട് മാത്രമേ ഇവരെ പറഞ്ഞു, രക്ഷിതാവിനോടും പറഞ്ഞു. 10A ക്ലാസ്സിൽ 48 കുട്ടികളും B ക്ലാസ്സിൽ 50 കുട്ടികളാണ്. ബാലൻസ് ചെയ്യാൻ എന്ന വ്യാജേന ക്ലാസ്സിന് ഹെഡ് മാസ്റ്റർ ക്ലാസ്സിന് മാറ്റിക്കൊടുത്തു. ആ കുട്ടിയെ അതിനു മുമ്പ് ഒരുപാട് ട്യൂഷൻ ചേർത്തിട്ട് രക്ഷിതാക്കൾ, അധ്യാപകർ അടിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ പുറത്താക്കിയിട്ടുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല പരിഹാരം. എന്തേ പരിഹാരം? ക്ലാസ് മാറിയ ശേഷം വിത്തിൻ 2 മാസം കഴിഞ്ഞ വിശാമാഷ വിളിച്ചാണ് ഈ കുട്ടി 60 മേലെ മാർക്കിലേക്ക്. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ 90 മേലെ മാർക്കിലേക്ക്. അപ്പൊ കുട്ടിയുടെ പ്രശ്നം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് കൗൺസിലേഴ്സ്. അപ്പൊ എന്തെങ്കിലും നിസ്സാരമായ പ്രശ്നമാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നത് സ്കൂൾ കൗൺസിലറായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു. ഞാൻ ഉദാഹരണം മാത്രമേ പറഞ്ഞു, 100 കണക്കിന് ഉദാഹരണമൊക്കെ ശമാഷത്തിൽ തന്നെ പറയാറുണ്ട്. ഇത് ഏതോ മാസികയിലോ വന്ന ഒരു sometimes I am not sure about the have learning disability. I have teaching disability. I have a teaching disability. നിങ്ങൾ വായിച്ചു നോക്കിയോളി. Sometimes I am not sure if they have a learning disability. അധ്യാപകർ പറയാറില്ല കുട്ടിക്ക് പ്രശ്നമുണ്ട്, കുട്ടിക്ക് പ്രശ്നമുണ്ട്, കുട്ടി ശല്യക്കാരനാണ്, കുട്ടി ശല്യം. കുട്ടിക്കല്ല പ്രശ്നം. ഞാൻ എൻ്റെ അധ്യാപനത്തിലാണ് മാറ്റം വരുത്തുന്നത്. കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കി ഞാൻ എൻ്റെ അധ്യാപനത്തിലാണ് മാറ്റം വരുന്നത്. അതാണ് 92 വർഷം കൃത്യമായി ഓർക്കുന്നുണ്ട്. ഒരു സ്കൂളിലെ ഒരു കുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ടീച്ചറോട് ചോദിച്ച ചോദ്യമാണ് താഴ്ത്തിയത്. വായിച്ചു നോക്കൂ. 90കളിൽ കുട്ടി ടീച്ചറോട് ചോദിച്ച ചോദ്യമാണ്. എന്താ ചോദ്യം? വായിച്ചു നോക്കൂ. ടീച്ചറെ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ പിന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതി നിങ്ങൾക്ക് എന്നെ പഠിപ്പിച്ചു. ചോദ്യം പ്രസക്തമല്ല. 90കൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന പഠന രീതി ഇതായിരുന്നു. ഞങ്ങൾ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. പഠിപ്പിക്കുന്ന ആരെയാ? ഫാത്തിമ ടീച്ചറെ മകളുണ്ടാവും, ജോൺസൺ വക്കീലിന്റെ മകനുണ്ടാവും, അല്ലേ? മറ്റേ പീതാംബരം കോൺട്രാക്ടർ മകനുണ്ടാവും. ഒരു മുമ്പെഞ്ചുണ്ടാവും. ഞാൻ കണ്ണ് അങ്ങോട്ടാ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത് കരുണാകരനെ പോലെ ബാക്ക് ബെഞ്ചിലുണ്ടാവും. കണ്ണ് അങ്ങോട്ട് പോവുക. പ്രൊഫസറായിട്ട് എടുക്കുമ്പോൾ പഠിക്കുന്ന രക്ഷിക്കാന്നോട് പറഞ്ഞു. ഈ രീതിയിലുള്ള അധ്യാപനം മാറി 90കൾക്ക് ശേഷം. അങ്ങനെയാണ് ഈ കുട്ടിയുടെ ചോദ്യത്തിൽ നിന്നാണ് ടീച്ചറെ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കുന്നത്. ഈ ചോദ്യത്തിൽ നിന്നാണ് കുട്ടിയുടെ അവകാശമാണ്. നിങ്ങളൊരു സാരി വാങ്ങി നിറം പോയി എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കൂലേ? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി SSLC പാസ്സായില്ല, സ്കൂളിൽ പോയിട്ട് പറയോ ഞാൻ അടുത്ത BC ചേർന്നു? ഇത് കുട്ടിയുടെ റൈറ്റാണ്. അത് കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് കേരളത്തിൽ പുതിയ പാഠ്യം. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി, വിമർശനം ചെറുതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൂർണ്ണമായും ശരിയാണെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരം കേരളത്തിൽ വരികയും പലപ്പോഴും കുട്ടികൾ, ഞാൻ പഠിച്ച കുന്നമംഗല ഹൈസ്കൂളിൽ ഞാൻ പഠിച്ച വർഷം റിസൾട്ട് 20%. ഞാൻ പഠിച്ച വർഷം
ഇപ്പോഴത്തെ റിസൾട്ടുകൾക്കൊക്കെ അറിയാം. പാളയഞ്ചേരി ഹൈസ്കൂൾ 0% മാതൃഭൂമി പത്രത്തിൽ എല്ലാ ദിവസങ്ങളും കണ്ടു വായിച്ചിട്ടുണ്ടാ പറ്റും. 0%. പെരിങ്ങൾ ഹൈസ്കൂൾ 0 അല്ലെ 1-2%. ഇഷാമാഷാടെ PTA പ്രസിഡന്റ് ആയപ്പോൾ 90-ന് ശേഷമാണ് ഒരു മാറ്റം വരുത്തി. ഇന്ന് പെരിങ്ങള സ്കൂള് വളരെ മേലെയാണ്. പാളയഞ്ചേരി 100% എത്തി. കുന്നാൾ ഹൈസ്കൂൾ 100% എത്തി. ഞാൻ എൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ 19% റിസൾട്ട്. പാലക്കാട് ഹൈസ്കൂൾ ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്ന വർഷം അതിൻ്റെ മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷവും 100%ലാണ്. 500 പരീക്ഷ. ആ മാറ്റം നമ്മൾ കാണാതിരിക്കുന്നു. ഒരുപാട് വിമർശനങ്ങളുണ്ട്, അന്നത് പറയാൻ പറ്റും. പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരം വന്നതിലൂടെ കുട്ടി കേന്ദ്രീകൃതമായി നേരത്തെ കുട്ടി ചോദിച്ചപ്പോൾ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതി പഠിപ്പിക്കുക, ആ രീതിയാണ് വന്നത്. അതിനാണ് ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അധ്യാപകർ ഭൂമിക്കെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതി പഠിക്കാൻ തുടങ്ങിയപ്പം നേരത്തെ പറഞ്ഞ എന്താണ് പണിക്ക് പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന തൊഴിലാളിയായിരുന്ന ആളുടെ മക്കളൊക്കെ മുന്നോട്ട് വരാൻ തുടങ്ങി. ചെറിയൊരു ഉദാഹരണം പഠിക്കേണ്ടതിന് അനുഭവം 92-ാം തോന്നുന്നു പുതിയ പാഠ്യപദ്ധതി. അന്ന് ഞാനിവിടെ എടവണ്ണപ്പാറ ചാലിപ്പുറം UP സ്കൂൾ അധ്യാപകൻ. അന്ന് എനിക്ക് 4-ാം ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടായി. രാജാത്തി എന്ന പേരുള്ള ഒരു തമിഴത്തി കുട്ടിയാണ് 4-ാം ക്ലാസ്സിൽ. ഗ്രേഡ് വന്ന വർഷം, ആ വർഷം ഗ്രേഡ് അതുവരെ മാർക്ക് ചെയ്തു. രാജാത്തി എന്ന് പറഞ്ഞ കുട്ടി നല്ല മിടിക്കാണ്. അവിടെ പേപ്പർ ആക്കി സാധനം എടുക്കാണ് കുട്ടിയുടെ ഫാദർ. കുട്ടിയുടെ മദർ അതേപോലെ പേപ്പറൊക്കെ ആക്കിയാൽ പോലെ പണിയാണ്. അടുത്ത് വാഴകുട്ടിയാണ് താമസിക്കും, തമിഴ്നാട്ടിലേക്കാണ്. കുട്ടി നന്നായി മലയാളം പറയാനുണ്ട്. ഒരു ദിവസം കവിത എഴുതാൻ കൊടുത്തപ്പോൾ ഈ കുട്ടി നന്നായി ഞാൻ എഴുതി വെറുതെ വായിച്ചു. നല്ല കവിത വായിക്കാൻ പറ്റും. തമിഴ് ചേർന്ന മലയാളം കലർന്ന തമിഴിലാണ്, തമിഴ് മലയാളം കൂട്ടിയാക്കുന്നത്. നല്ല ഈണത്തിൽ ചെയ്യും. കണക്കെടുക്കുമ്പോൾ പെട്ടെന്ന് ചെയ്തുകൊണ്ട് നല്ല എഴുത്ത്, മലയാളത്തിൽ നല്ല എഴുത്ത്. കുട്ടി ക്ലാസ്സിൽ മുന്നേറാൻ തുടങ്ങി. അങ്ങനെ കുട്ടിയുടെ ഒരു 4 വരി കവിത ഞാൻ യുവീക്ക മാസികർക്ക് അയച്ചു കൊടുത്തു. അവരെ പ്രസിദ്ധീകരിച്ചു. കുട്ടിക്ക് ആദ്യമായിട്ട് അന്നത്തെ 50 രൂപ അവരുടെ സംഖ്യ 50 രൂപ അയച്ചു കൊടുത്തു പ്രതിഫലം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ പറഞ്ഞോളൂ വെച്ചാൽ ഹാഫ് ഇയർലി പരീക്ഷ കഴിഞ്ഞു. പ്രോഗ്രസ് റിസൾട്ട് വാങ്ങാൻ വേണ്ടി രക്ഷാക്കൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ സ്റ്റാഫും ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെ അടുത്ത് ആ സ്ത്രീയുടെ പേര് ഞാൻ പറഞ്ഞില്ല, ഒരു ഉയർന്ന ജോലിയുള്ള സ്ത്രീയാണ്. അവൻ്റെ കുട്ടി എൻ്റെ ക്ലാസ്സിൻ്റെ അരുൺ നല്ല പേര്, ഞാൻ വേറെ പേര് പറഞ്ഞില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള അവണ്ടാച്ച പേര് മാറ്റി പറഞ്ഞു. ആ അരുൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ ഓടിക്കച്ച് സ്റ്റാഫ് റൂമിൽ പോയി. അവിടെ സുരേന്ദ്രമാഷ എന്നെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ വേറെ കാണിച്ചു അതായിരിക്കുന്നതാണ്. ഒരാൾ കൈകൊണ്ട് തന്നെ വെട്ടത്തക്ക രീതിയിലാണ് വരുന്നത്, അത്രയും ചൂടാണ് വരുന്നത്. ഞാൻ ചോദിച്ചെന്ത്, എൻ്റെ മോളാണ് അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് ഇവിടെ സ്കൂളിൽ മാറ്റി ചേർത്തത്, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അവിടെ പഠിക്കുമ്പോൾ ഒക്കെ 100 മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ മാഷ ക്ലാസ്സിൽ എത്തിയാലേ. അപ്പോൾ എനിക്കൊരു സംശയം, ആ കുട്ടി എന്താ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കി. ഈ അരുൺ എന്ന കുട്ടിക്കും A+ൽ അന്ന് A ആക്കി ABC 4 ഗ്രേഡാണ്. പ്ലസ് SSLC. ഈ കുട്ടിക്കും ഉണ്ട് A ഗ്രേഡ്. A ഗ്രേഡ് ഉണ്ടല്ലോ, A ഗ്രേഡ് ഉണ്ട്. ആ അണ്ണാച്ചി കുട്ടിക്കുണ്ടല്ലോ. അതാണ് പ്രശ്നം. ഈ കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ട്, എല്ലാത്തിലും A ഗ്രേഡ് ഉണ്ട്. പക്ഷെ ആ കുട്ടിയുടെ മാർക്ക് മറ്റേ കുട്ടി ഷെയർ ചെയ്തു. ഈ ഒരു പിന്നെ രീതി, അതായത് അതാണ് പുതിയ പാഠ്യപദ്ധതി പല രീതിയിൽ വിമർശനമാണ്. ശിശു കേന്ദ്രീകൃതമായി ഇപ്പം ഇതേപോലുള്ള കുട്ടികൾ പലരും എന്ത് ചെയ്തു മുന്നോട്ട് വരാൻ തുടങ്ങി. ഞാൻ രീതിയിൽ സമയം വൈകുന്നുണ്ട്, ശാസ്ത്രീയമാണോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ദിവസം കൊടുക്കാറില്ല, പഠിക്കുക എന്നത് മാറ്റി അത്യാവശ്യം കളിക്കാൻ സമയം കൊടുക്കുക, അത്യാവശ്യം വിനോദത്തിന് സമയം കൊടുക്കുക, ബാക്കി പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. വീട്, സ്കൂള്, ട്യൂഷൻ സെന്റർ എന്നത് മാറ്റി അല്പം കളി ഗ്രൗണ്ടും വീട്ടിൽ നിന്ന് കുട്ടികൾക്കുള്ള അവസരങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ കുട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ശിശു സൗഹൃദ സ്കൂൾ ശിശു സൗഹൃദമായിരിക്കണം, വീട് ശിശു സൗഹൃദമായിരിക്കണം. അതേപോലെ സമൂഹവുമായിട്ട് കുട്ടിക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാക്കണം. അതിലൂടെ നമ്മുടെ കുട്ടിയെ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ ജനാധിപത്യം, മതനിരപേക്ഷത, ഇതൊക്കെ കുട്ടിയിൽ വളർന്നു വരേണ്ട മൂല്യങ്ങളാണ്. ഞാൻ വിശദീകരണത്തിനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചേക്ക് വേണമെങ്കിൽ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഈ നൈപുണികളെ കുട്ടികൾ, ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സോട് കൂടെ നാളെ ഈ നൈപുണ്യൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു നോക്കണം, നടക്കുന്നതല്ല. ഈ പറഞ്ഞതിൽ 3-4 നൈപുണ്യ കുട്ടികൾ വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ഇഷ്ടത്തൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ 10 നൈപുണികളിൽ 2-3 സ്വയം അറിയാം, സ്വയം തിരിച്ചറിയ കുട്ടി ഞാൻ ആരാണെന്ന ബോധം ഉണ്ടാവുക. വ്യത്യസ്ത ചിന്ത, ഞാൻ ചെറിയൊരു കഥ പറഞ്ഞേക്കട്ടെ. വ്യത്യസ്ത ചിന്ത പറഞ്ഞപ്പാണ് ഞാൻ നേരത്തെ ബഷീറിന്റെ ഉദാഹരണം പറഞ്ഞു, അതൊന്നും മതി. എന്നാൽ കുട്ടിക്ക് അറിയാവുന്ന കഥയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഞാൻ അധ്യാപകരെ ട്രെയിനിങ് ക്യാമ്പിൽ അധ്യാപകരുടെ പലപ്പോഴും പറഞ്ഞെടുക്കാറില്ല. ഈ കഥ തുടങ്ങുന്നത് ഒരിക്കലേ ഒരു മൊയില്
പെട്ടെന്നാണ് അവിടുന്ന് ഇട്ടോ കുറച്ച കേട്ടത്. നിങ്ങൾ ഞെട്ടില്ലേ? അപ്പോ മൊയൽ ഞെട്ടിപ്പെട്ട് ഉണർന്ന് മൊയൽ വെച്ച ആകാശമൊക്കെ പാടി ഇടിഞ്ഞു വീടാണ്. ഓരോ ഒറ്റ ഓട്ടാണ്. മൊയൽ ഓടി ഓടി പോകുമ്പോൾ രണ്ട് മാനുകൾ പാടുന്നുണ്ട്. മാൻ ചോദിച്ചാൽ അങ്ങോട്ടാക്കും, അയ്യാ ആകാശം ഇടിഞ്ഞു വീഴും. എന്നാൽ ഞാനും ഉണ്ടായിരുന്നു, രണ്ട് മാനും വീഴും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കടുവുണ്ട്. കടുവ വെച്ച് എങ്ങോട്ടാ ഓടുന്നത്? കടുവത്ത് മൊയലെ പിടിക്കുന്നത് ആകാശം വീഴുന്നുണ്ടപ്പോൾ കടുവയും കൂടി. അങ്ങനെ പല മൃഗങ്ങളും കാട്ടുപോക്കും ഒക്കെ പോയി. കുറെ കഴിഞ്ഞപ്പോൾ പഴയടുത്ത് പശു ഇങ്ങനെ കൂട്ടിരിക്കുക. പശു വെച്ച് ചെങ്ങായിമാരെ ഒരുപാട് ഓടുന്നത്. ഇവിടെ ഈ വിവരം അറിഞ്ഞില്ലേ? ആകാശം വീഴുന്നത് എന്റെ മലയ്ക്ക് വീഴും. അപ്പൊ വാലും പൊക്കി അപ്പിയിട്ട് പശു ഓടി കൂട്ടത്തില്. അങ്ങനെ പശു, ആട്, മുയല് ഒരുപാട് ഒരു മൃഗശാല പോകുന്നോണ്ടെന്ന് ഓടുകയാണ്. കണ്ടവരൊക്കെ പറയും. അപ്പോഴാണ് മരക്കമ്പത്ത് ഒരു കാക്ക ഇരിക്കുന്നത്. കാക്ക ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? എടോ, എന്നോട് വർത്താനം പറഞ്ഞിക്കാൻ സമയമില്ല, ആകാശം എപ്പോൾ ഇടിഞ്ഞു വീഴും. മറ്റുള്ളവരെ പോലെ കാക്ക ഓടിയില്ല. കാക്ക പറഞ്ഞു, അവിടെ നിൽക്കി. നിൽക്കാനല്ല, ഞങ്ങൾ പോവാണ്, നിൽക്കവിടെ നിന്ന്. കാക്ക തല ചരിച്ച് കിഴക്കോട്ട് നോക്കി, ആകാശം അവിടെ ഉണ്ട്. പടിഞ്ഞാറോട്ട് നോക്കി, അവിടെയുണ്ട് ആകാശം. 4 ഭാഗം തല നോക്കിയപ്പോൾ ആകാശമുണ്ട്. കാക്ക പറഞ്ഞു, മണ്ടന്മാരെ നിങ്ങൾ വെറുതെ ഓടണ്ട, ഞങ്ങൾ ഓടില്ല, എന്നാ ഞാൻ പോയി നോക്കി വരാമെന്ന്. അങ്ങനെ കാക്ക മുമ്പിലും മറ്റു മൃഗങ്ങളും പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത്? നിങ്ങൾ കേട്ട കഥയാണ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണ ടീച്ചർ എനിക്ക് പറഞ്ഞ കഥയാണ്. എന്താ കണ്ടത്? അറിയാ? ആരാ പറഞ്ഞല്ലോ? മക്കളെ പറഞ്ഞല്ലോ. എന്താ പറയേ? അപ്പൊ ഇതാണ് കഥ. കുട്ടികൾ കഥ കേട്ടാൽ പറഞ്ഞു ഓർക്ക് പറഞ്ഞു. നമ്മുടെ ഒന്നും വന്നില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ എനിക്ക് കല്യാണ ടീച്ചർ പറഞ്ഞ കഥയാണ്. ഇനി ഞാൻ കുട്ടികളാണ് ചോദിക്കാറ് ഇങ്ങനെയാണ്, ഈ കഥ ഒരു നാടകമാക്കുകയാണെങ്കിൽ നീ ഏത് കഥാപാത്രമാവാൻ ഇഷ്ടപ്പെടുന്നത്? പശു ആയിക്കോളും, നല്ല ഭംഗിയുള്ള പശു വേണ്ട, കാക്കയാവും. കാക്ക എല്ലാവർക്കും കാക്ക പറയാത്തില്ല. അപ്പൊ നോക്കുമ്പോ കേട്ടില്ല. എല്ലാവരും പോയൊക്കെ പോകും. ഒരു കൊരങ്ങച്ചാല്, മോൻ കേട്ട കഥ ചക്കയാണ്, ഞാൻ കേട്ടത് തേങ്ങ, എന്താ കുഴപ്പമില്ല. ഒരു കൊരങ്ങച്ചാല് ചക്ക ഇടുന്നതാണ് കേട്ടത്. ഈ രീതിയിൽ ഒരാൾ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് ബാക്കിയുള്ളവരേക്ക് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാക്കക്ക് എന്താണുള്ളത്? ചിന്തയല്ല, യുക്തി ചിന്ത എന്ന് പറഞ്ഞ സാധനം. ആ യുക്തി ചിന്തയാണ് ഞാൻ ഇവിടെ വ്യത്യസ്ത ചിന്ത എന്ന്. ആ വ്യത്യസ്ത ചിന്തയാണ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടായി വരുന്നത്. അതിനു വേണ്ട പ്രോത്സാഹനവും അനുഭവങ്ങളുമാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ കാക്ക തീരുമാനിച്ചില്ലേ, ഏത് സ്കൂളിലാണ് നിങ്ങൾ ഈ കഥ പറഞ്ഞു കുട്ടികളെടുത്ത്? നിങ്ങളിത് ഏത് കഥാപാത്രമാണെന്ന് വെച്ചാൽ കുട്ടി എന്താ പറയാ? പശു ആവണം, കടുവയാവണം. ഒരു കുട്ടിയും പറഞ്ഞില്ല. ഞാൻ ഇതുവരെ പോയിട്ടൊക്കെ സ്കൂളിൽ പറഞ്ഞത് ഈ കാക്കയാവണം, കാക്ക പോയിട്ട് ചിന്ത. അത്തരം ചിന്തകളുള്ള സമൂഹത്തെ അറിയാറില്ല. ബാക്കിയുള്ളവർ വായിച്ചാൽ വിമർശന ചിന്ത, ഞാൻ വിദ്യാർത്ഥികളെ പറയാൻ ഒരുപാടുണ്ട്. ക്രിട്ടിക്കൽ ചിന്ത, തീരുമാനം എടുക്കാനുള്ള കാര്യം. ഇതിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുവരെത്തെ ക്ലാസ്സിൽ ഒരു 4 കാര്യം കുട്ടികൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കും. എന്റെ ക്ലാസ് എനിക്ക് സാറ്റിസ്ഫൈ. പിന്നെന്താ? പ്രശ്ന പരിഹാരം, പ്രകടിപ്പിക്കാനുള്ള, ഞാൻ പിന്നീട് വിശദീകരിച്ച പ്രകടിപ്പിക്കരുത്. വ്യക്തിയാന്തര വ്യത്യാസം, വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം, അനുതാപം, വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ, സമ്മർദ്ദങ്ങൾ, ഈ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസവും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വ്യക്തികൾ, നമ്മളിവിടെ ഇരിക്കുന്ന വ്യക്തികൾ 4 തരം. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളും 4 തരമാണ്. നമ്മുടെ പഞ്ചായത്തിലെ ആളുകളും 4 തരമാണ്. നിങ്ങളെ വീട്ടിലെ ആളുകളും 4 തരമായി. ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ 40 കുട്ടികളുടെ 40 കുട്ടികൾ 4 ടൈപ്പ്. ആദ്യത്തെ കുട്ടിയെ സ്വഭാവം പറയാം, അയാൾ ഓക്കെ, യു ആർ നോട്ട്. ഞാൻ പറയുന്നൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ഒന്നും ശരിയല്ല. നിങ്ങൾ നാട്ടുപ്രദേശക്കാനുള്ള ആളുകൾ കണ്ടില്ല, ഞാൻ ചെയ്താലേ ശരിയാവും, വേറെ ആരും ചെയ്താലും ശരിയാവും. അങ്ങനെ പറഞ്ഞ ആളുകളില്ലേ? എന്തെങ്കിലും ഒന്ന് എഴുതണം, ഇയാൾമാർക്ക് ഞാൻ എഴുതിയാലും ശരിയാവും അല്ലേ എന്ന് പറഞ്ഞവരുണ്ട്. ഒരു പാട്ട് എനിക്ക് പാടില്ല, ഞാൻ പാടിയാലും ശരിയാവും. ഒരു വേദി സംസാരിക്കാം, ഇയാൾമാർക്ക് ഞാൻ സംസാരിച്ചോളാം, എന്നാലും മനസ്സിലാവുള്ളൂ, ഈ പറഞ്ഞാൽ ശരിയാവും. മറ്റുള്ളവർ പറഞ്ഞ ഒക്കെ തെറ്റ്, ഞാൻ പറഞ്ഞ മാത്രം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കാണാം അല്ലേ? സാമൂഹ്യ പ്രവർത്തകർ കാണാം, രാഷ്ട്രീയക്കാരിൽ കാണാം, അധ്യാപകരുണ്ട്, നാട്ടുപ്രദേശത്ത് എവിടെയും കാണുന്ന ഒരു ടൈപ്പ്. ഞാൻ പറഞ്ഞ മാത്രം ശരി, മറ്റുള്ളവർ എന്ത് ചെയ്താലും കാരണം കുറ്റേ പറയും. അങ്ങനത്തെ ഒരു ടൈപ്പ്. രണ്ടാമത്തെ ആരാ? തിരിച്ച് അയാൾ നോക്കാം. ടീച്ചർ പറയാം, ഒന്ന് അനൗൺസ് ചെയ്യുന്നത് ഉച്ചക്ക് മീറ്റിംഗ് ഉണ്ട്, കുട്ടി മറ്റേ കുട്ടിയിട്ടുണ്ട്, എന്താ പറയാ, എനിക്ക് പോയിട്ട് ഞാൻ പറഞ്ഞാൽ ശരിയാവും എന്ത് പറഞ്ഞാൽ. അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ ചെയ്താൽ ശരിയാണ്, നിങ്ങളും ചെയ്താൽ. ഇങ്ങനെ ഒരു ടൈപ്പ് ആളുകൾ. ഞാൻ പറഞ്ഞ ഒന്നും ശരിയല്ല, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. രണ്ടാമത്തെ വിഭാഗം. ഇതിലേതാ ശരി? 4 പറഞ്ഞില്ല. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു. ഞാൻ ചെയ്യുന്ന ഒന്നും ശരി, ഞാൻ എന്ത് ചെയ്താലും ശരിയാണ്. എന്റെ പാർട്ടി ചെയ്യുന്ന ഒന്നും ശരിയല്ല, അതൊന്നും ശരിയാണ്. മറ്റു പാർട്ടിക്കാരും മോശമാണ്, എല്ലാം മോശമാണ്.
രാഷ്ട്രീയവാദം എന്നൊക്കെ പറയും അല്ലേ? ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രത്യയശാസ്ത്രം ശരിയല്ല, മറ്റുള്ളവരൊക്കെ മോശം, ഇതും മോശം. ഞാൻ ചെയ്യുന്നൊന്നും ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നതും ശരിയല്ല. ഞാൻ ശരിയല്ല, നിങ്ങളും ശരിയല്ല എന്ന് പറഞ്ഞ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം അയാം ഓക്കെ. എനിക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട്. എനിക്ക് പാടാൻ അറിയാം, പക്ഷെ കഥ പറയാൻ അറിയാം. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ബിജു നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അഭിനയത്തിന് കാര്യം വരുമ്പോൾ ബിജു ഏൽക്കുന്നതാണ്. കഥ പറയാൻ വിശാമാഷ ഏൽപ്പിച്ചായിരുന്നല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് കുറെ കഴിവുകളുണ്ട്, ആ കഴിവുകൾ ഉയർത്തിപ്പിടിക്കാൻ ഞാൻ തയ്യാറാണ്. മറ്റുള്ളവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകൾ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു. ഇതിലേതാണ് നാലാമത്തെ സർക്കണ്ട് അല്ലേ? അപ്പൊ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിൽ നമ്മൾ വിമർശനം നോക്കുക, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്. നാലാമത്തേക്ക് എത്താൻ കുറച്ച് പ്രയാസമുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക, നമ്മുടെ കുട്ടികളെയും അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഞാന് കുറച്ച് സമയത്തിയായി പോയതുകൊണ്ട് കുഴപ്പമില്ല, വീഡിയോ കാണിച്ചില്ല. വീഡിയോ ഉണ്ട്, എനിക്ക് സംസാരം പറയാം, ധാരാളം വീഡിയോസ് ഉണ്ട്. അപ്പൊ കവടി പടി ചെറിയ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വന്നിട്ട് കുറച്ചായി ഞാൻ പറഞ്ഞ അഭിപ്രായത്തോടൊന്നും പലപ്പോൾ യോജിപ്പുണ്ടാവും. വിയോജിപ്പുകൾ തുറന്നു പറയാം. മറ്റുള്ളവർ തോന്നണ്ട അയ്യോ പറഞ്ഞു നടത്തി നിങ്ങൾ സ്വയം അങ്ങോട്ട് വരിക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ, കാര്യം സംശയങ്ങൾ എല്ലാവർക്കും പറയാൻ പറ്റുന്നില്ല, പറഞ്ഞ കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ ആവാം. കുറച്ചൊരു ഡിസ്കഷൻ